ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് ട്രൈ മൈ കിച്ചൻ. ഇന്ന് ഞാൻ മുട്ടക്കക്കം ആണ് ഉണ്ടാക്കുന്നത്. പേര് പോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റും ഉള്ളൊരു ഐറ്റമാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതേപോലെ ഒരു സ്നാക്കായിട്ടും കഴിക്കാം, നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ സ്നാക്കായിട്ട് കഴിക്കാനാണ് ഏറ്റവും രസം. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാം. ഞാൻ ഇവിടെ 3 എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ എളുപ്പത്തിൽ മുട്ട പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. കുറച്ച് പ്രഷർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുട്ടേൻ്റെ തോട് ചൂടധികം തണിയുന്നതിന് മുന്നേ തന്നെ തോട് കളഞ്ഞിട്ട് മുട്ട മാറ്റി വെക്കുക. ഓക്കെ, ബാക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുട്ട 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുള്ളൊരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ മുട്ട എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും മാറ്റുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളകാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേമാതിരി ഒരു ചട്ടിയിൽ നിന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതേമാതിരി മണിക്കുരുമുളക് കേട്ടോ ഞാൻ എടുത്തത്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേമാതിരി അരച്ചിട്ട് നല്ലൊരു മിക്സിംഗ് ആയി. ഇനി നമുക്ക് ഇത് മുട്ടയിലേക്ക് പുരട്ടണം. അപ്പോൾ ഞാൻ മുട്ട തോല് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കത്തീനെ കൊണ്ട് ജസ്റ്റ് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. ഇതേമാതിരി ആ ഫില്ലിംഗ് ഉള്ളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്, ആ ഫ്ലേവർ ഉള്ളിലേക്ക് എത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി മുട്ടയിൽ നന്നായിട്ട് വരണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ ജാറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ അരവൊക്കെ ആ മുട്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയിൽ നിറയെ വരഞ്ഞിട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ആ മസാലയും ആ വെളിച്ചെണ്ണയിലും ഒക്കെ കൂടി ആയിട്ട് നല്ല ഇതിൽ വേണം ഇത് റെഡിയായി വരാൻ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മുട്ട ഉരുട്ടി ഇതിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഓൾറെഡി മുട്ട വെന്തതാണല്ലോ. അപ്പോൾ ആ മസാലേൻ്റെയൊക്കെ ആ ഒരു കുത്തൽ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഇതാക്കിയാൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതേമാതിരി മറിച്ചിട്ട് ചെയ്യാം. മുട്ട ഇതേമാതിരി പൊരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുമ്പോൾ മുട്ടേൻ്റെ മുകളിലേക്ക് ഈ മസാല നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം കഴിക്കാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്